നമുക്കൊപ്പം ജിൻഡോ കൂടി ചേരുന്നുണ്ട്. ജിൻഡോ, ഇനി എനിക്ക് കെ എസ് ഹരിഹരനെ കുറിച്ച് താങ്കളോടൊന്നും ചോദിക്കാനില്ല. കാരണം നേരിട്ട് കെ എസ് ഹരിഹരൻ ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാപ്പപേക്ഷിച്ച് പൂർണ്ണമായിട്ടും വിശദീകരിച്ചിരിക്കുന്നു. ഇനി ഒരു ചോദ്യം ചോദിച്ച് നമുക്ക് കെ എസ് ഹരിഹരനെ വ്യക്തിപരമായി വേദനിപ്പിക്കാമെന്നല്ലാതെ രാഷ്ട്രീയമായി ഒരു ഉത്തരവും കെ എസ് ഹരിഹരനിൽ നിന്ന് എനിക്ക് കിട്ടാനില്ല. പക്ഷേ ഡോക്ടർ ജിൻഡോ, എനിക്ക് കിട്ടേണ്ട ഉത്തരം ഈ കെ എസ് ഹരിഹരൻ്റെ പ്രസംഗത്തിന് കൈയടിച്ച നേതാക്കന്മാരെ കുറിച്ചാണ്. അവരിതുവരെയും മാപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്ത്രീ വഷളത്തരങ്ങൾ കേൾക്കുമ്പോൾ വേദിയിലിരുന്ന് കൈയിടിക്കുകയും ആഭാസത്തരങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നൊരു നേതൃത്വം നിങ്ങൾക്കുണ്ടെന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതല്ല, അതിനുശേഷം പിന്നീട് 24 മണിക്കൂർ കഴിഞ്ഞു നിന്നതിന് ശേഷം പരിശുദ്ധ ഉണ്ണിയായി വന്നു നിന്ന് മാപ്പപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഡോക്ടർ ജിൻഡോ ജോൺ, കൈയടിച്ചവരുടെ മാനസികാവസ്ഥ നിങ്ങൾ എങ്ങനെ അനുകൂലിക്കും? ഡോക്ടർ ജിൻഡോ ജോൺ. ശ്രീ അരുൺ, ഇതില് ശ്രീ ഹരിഹരന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച നാക്കുപിഴ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായ പിഴവെന്നാണ്. അത് നാക്കുപിഴവല്ല, രാഷ്ട്രീയമായ പിഴവാണ്. അല്ല, അത് കറക്റ്റാണ്, രാഷ്ട്രീയമായ പിഴവാണ്. നമ്മളെ നേതാക്കന്മാർ പൊതുവേദിയിൽ എന്നാണ് ഇന്നും ഇന്നലെയൊക്കെ ഞാനിങ്ങനെ വാർത്തകൾ കാണുമ്പോൾ കാണുന്നത് പൊതുവേദിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല എന്ന്. പൊതുവേദിയിൽ മാത്രമല്ല, സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളിൽ പോലും ഇത്തരം കാര്യങ്ങൾ അനുവർത്തിക്കാൻ പാടില്ല ആരും. ഇത് യാദൃശ്ചികമായിട്ട് വന്നു പോകുന്നതായിരിക്കും. കാരണം നമ്മൾ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പ്രയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുവേദിയിൽ പ്രസംഗിക്കുമ്പോൾ അബദ്ധത്തിൽ വന്നു പോകുന്നതായിരിക്കും. പക്ഷേ ഇത് സംഭവിക്കാൻ പാടില്ലാത്തായിരുന്നു, തെറ്റായിരുന്നു. അത് കോൺഗ്രസ് അതിന് ഓൺ ചെയ്യുന്നില്ല, UDF ഓൺ ചെയ്തില്ല, RMPയും അത് ഓൺ ചെയ്തിട്ടില്ല. എല്ലാവരും അതിനെ തള്ളിപ്പറയുന്നു, ഒരേ സ്വരത്തിൽ തള്ളിപ്പറയുന്നു. നമ്മളുടെ ഈ ചാനലിലൂടെ മഞ്ജു വാര്യരോടും ഒപ്പം ശൈലജ ടീച്ചറിനോടും കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിനോടും കാരശ്ശേരി മാഷ് അടക്കമുള്ള സാമൂഹ്യ വിമർശകരോടും മാപ്പപേക്ഷിച്ചു. പക്ഷേ ജിൻഡോ, എന്റെ ചോദ്യം, അതിന് കൈയടിച്ച വഷളന്മാര് മാപ്പ് പറഞ്ഞിട്ടില്ല. അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയണ്ടേ? അതിൽ നിങ്ങളുടെ നേതാക്കൾ ഉണ്ടോ? അല്ല, അതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ കൈയടിച്ച വഷളന്മാരെന്ന് പറഞ്ഞാൽ അരുൺ ഇപ്പോൾ പറയുമ്പോൾ മാത്രമാണ് ഞാനും ഈ നിരീക്ഷണം ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഹരിഹരൻ പറഞ്ഞ പോലെ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ള ഓരോ രാഷ്ട്രീയ പ്രസംഗവും ഹരിഹരൻ തന്നെ ഈ വാചകം പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ കൈയടി നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഈ പ്രത്യേക വാചകം പറഞ്ഞപ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതേവരെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അരുൺ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ചിട്ട് പിന്നെ നിർത്തിയതിനു ശേഷം അവിടെ സംഭവിക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് ജിൻഡോയെ കേൾപ്പിക്കാം. ജിൻഡോ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ലിജേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പ്രസംഗത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് വടകരയിൽ നടത്തിയിരിക്കുന്ന കുപ്രചരണത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും UDF-നാണ് എന്നിനി ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞാൽ അവരെ സംശയിക്കാൻ പറ്റുമോ ജിൻഡോ? അല്ല അരുൺ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഹരിഹരന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഇത്തരം ഒരു പ്രസ്താവനയുടെ പേരിൽ മുൻപ് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രസ്താവനകളെയും ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് മാത്രമാണ് അത്തരം കാര്യങ്ങൾ പറയാതെ പോകുന്നത്. പക്ഷേ LDF-ന്റെ പ്രതിനിധി അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിലതൊക്കെ പറയേണ്ടി വരും. ഒപ്പത്തിനൊപ്പം പറഞ്ഞു പോകുക എന്നുള്ളത് ഇത്തരം മര്യാദയില്ലാത്ത കാര്യങ്ങളിൽ ഒപ്പത്തിനൊപ്പം പറഞ്ഞ് വിജയിക്കുന്നത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ശൈലിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവിടെ ഈ വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായ ഘട്ടം മുതൽ വ്യാജ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇന്നലെ നടന്നിട്ടുള്ള ആ പൊതുസമ്മേളനത്തിന്റെ ലക്ഷ്യം പോലും വടകരയുടെ മണ്ണിൽ വർഗീയ വിദ്വേഷം വിളമ്പിക്കൊണ്ട് അവിടെ ഒരു വലിയ കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് UDF-ഉം കോൺഗ്രസും അത്തരത്തിലുള്ള ഒരു സമ്മേളനം അവിടെ വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് സംസാരിച്ച ഒരു നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വാചകത്തിന്റെ പേരിൽ ആ സമ്മേളനത്തിന്റെ മെറിറ്റിനെ മുഴുവൻ കാണാതെ പോയിക്കൂടാ. ഇവിടെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് ഇന്ന് വാർത്തയായി നിറഞ്ഞതും പൊതുസമൂഹം ചർച്ച ചെയ്തതും ഹരിഹരന്റെ പ്രസംഗമാണ്. ആ പ്രസംഗത്തിലൂടെ യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശം തന്നെ റദ്ദായി പോയില്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ രാഷ്ട്രീയ ഹരിഹരന്റെ പ്രസ്താവന തികച്ചും തെറ്റാണ്. അത് അദ്ദേഹം മാപ്പ് പറഞ്ഞു, ഖേദം പ്രകടിപ്പിച്ചു, അത് പിൻവലിക്കുന്നു എന്നുള്ള നിലയ്ക്കുമ്പോ തന്നെ നിങ്ങളുടെ നേതാവ് ഇങ്ങനെ പറഞ്ഞാൽ അണികളിങ്ങനെ പറയില്ലെന്നെങ്കിൽ നിങ്ങൾ പൊതുബോധ്യം ഉണ്ടാക്കും. അല്ല, ഞാനൊന്ന് പറയട്ടായിരുന്നു, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇത് അണികൾ പറയുന്ന, നേതാവ് പറയുന്നതല്ല. VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, MM മണി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ A വിജയരാഘവൻ എന്ന് പറഞ്ഞ LDF-ന്റെ കൺവീനർ ആയിരുന്ന ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവരൊന്നും ഒരിക്കലും അസ്വാഭാവികതയില്ല എന്ന തരത്തിൽ ഏത് നേതാവാണ് സംസാരിച്ചിട്ടുള്ളത് ജിൻഡോ?
അല്ല, ഇത് നടിയുടെ പോണോ ചിത്രം നിർമ്മിക്കുന്നത് മാത്രമല്ല, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഏത് വാചകവും ഏത് വാക്കും ഏത് ചിന്തയും ഒരേ തരത്തിൽ തന്നെ തള്ളിപ്പറയേണ്ടതും അവഗണിക്കേണ്ടതും അതിന് ആ രീതിയിൽ തന്നെ ഡിസോൺ ചെയ്യേണ്ടതുമാണ്. അത് പോണോ ചിത്രം നിർമ്മിക്കുന്നത് മാത്രമല്ല, ഈ വിവാദങ്ങൾക്കൊക്കെ തുടക്കം വരുന്ന എവിടുന്ന, ഈ തർക്കങ്ങൾക്കൊക്കെ തുടക്കം വരുന്ന എവിടുന്ന, ഈ LDFന്റെ കാൻഡിഡേറ്റ് തന്നെ സ്വയം വേദിയിൽ ഒരു പത്രസമ്മേളനത്തിൽ പറയുകയാണ്, എന്റെ അത്തരം നഗ്ന ചിത്രങ്ങൾ വീഡിയോ ഉണ്ട്, ഞാൻ ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ അത് പിന്നീട് അതിനൊരു അന്വേഷണമില്ല. പിന്നീട് അവർ തന്നെ തിരുത്തി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിലും ഒക്കെ പരാതി കൊടുക്കുകയും പോലീസ് നേതൃത്വവുമായിട്ടൊക്കെ നിരന്തരം സമ്പർക്കത്തിൽ സംസാരിച്ചിട്ട് പോലും ഒരിക്കൽ പോലും അതിന്റെ അന്വേഷണത്തിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? ഇതിൽ വ്യാജമായിട്ടുള്ള മുഴുവൻ ഈ കാര്യങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് പ്രചരണ മാധ്യമമായിട്ട് ഉപയോഗിച്ചത് LDFന് വേണ്ടിയിട്ട് പ്രചരണം നടത്തിയ ആളുകളാണ്. ഇവിടെ അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ പറയുന്നത്. ഒരു തരത്തിലും LDFന്റെ സ്ഥാനാർത്ഥിക്ക് പോലും ഇപ്പോൾ അതിലൊരു അന്വേഷണം വേണമെന്ന് ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ KK രമ പറഞ്ഞ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിക്കണ്ടേ. ഇവിടെ KK രമ പറഞ്ഞത് KK ശൈലജയും മഞ്ജു വാര്യരും അടക്കമുള്ള കേരളത്തിലെ എന്നല്ല മുഴുവൻ സ്ത്രീകളുടെയും മാനത്തിന് വില പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ യോജിക്കുന്നില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞ ആ ഒരു ആർജവം, KK രമ പറഞ്ഞ വാചകത്തിന്റെ ആർജവം LDFന്റെ ഏതെങ്കിലും ഒരു വനിതാ നേതാവിന് കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയോ അവരുടെ സംവിധാനങ്ങളോ ഒന്നും മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ രസിച്ച് കൈയടിച്ച് മറുപടി പറയട്ടെ ലിജീഷ് മറുപടി പറയണം. പക്ഷേ ജിൻഡോ, വഷളത്തരവും ആഭാസത്തരവും പറഞ്ഞിട്ട് കൈയടിച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ണിയായിട്ട് പരിശുദ്ധ ഉണ്ണിയായിട്ട് ചമയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. അത് ആ നിമിഷം തിരുത്തപ്പെടേണ്ടതായിരുന്നു. അതാരും ചെയ്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും അടക്കമുള്ളവർ ആ വേദിയിലുണ്ടായിരുന്നു. അവരാരും അന്ന് തിരുത്തിയില്ല, ഒരു രാത്രി മുഴുവൻ തിരുത്തിയില്ല. ഇന്ന് രാവ് പുലർന്നു കഴിഞ്ഞതിനു ശേഷമാണ് 10 മണിക്കാണ് ഇതിലൊരു മാപ്പപേക്ഷയും കാര്യങ്ങളും. അല്ല അരുണെ, അതിലൊരു പ്രശ്നമുണ്ട്. ഒരാൾ ഒരു പ്രസംഗം നടത്തുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വാചകം ഈ മുഴുവൻ ആളുകൾ ഈ ആദ്യത്തെ 1-ാമത്തെ മിനിറ്റ് തൊട്ട് 30-ാമത്തെ മിനിറ്റ് വരെ പ്രസംഗം മുഴുവൻ സാഗോദം കേട്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാം നമ്മൾ വാചകം ഓരോ വേർഡ് ബൈ വേർഡ് ആയിട്ട് ശ്രദ്ധിച്ചായിരിക്കില്ല ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ആ ഒരു അബദ്ധം, തെറ്റ്, വലിയ തെറ്റ് തന്നെയാണ്. ആ തെറ്റ് മനസ്സിലാക്കി